സർ 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 കളഞ്ഞു, കോൺസെൻട്രേഷൻ കളഞ്ഞു. അയ്യോ സോറി സർ, ഞാൻ ഒരാളുടെ വീട് തപ്പി വന്നതാ. ഇതാണോ ഈ സ്ക്രിപ്റ്റ് റൈറ്റർ മധു ചെത്തിമറ്റത്തിന്റെ വീട്? അതെ, ഞാൻ തന്നെയാണ് മധു ചെത്തിമറ്റം. എന്താണ്, എന്റെ സിനിമകൾ കണ്ടിട്ടുണ്ടോ? സോറി സർ, അത് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അതെന്താ? അത് ഫസ്റ്റ് ഡേ കാണാൻ സമയം കിട്ടാറില്ല. പിന്നെ സെക്കൻഡ് ഡേ ആകുമ്പോഴത്തേക്കും സാറിന്റെ സിനിമകൾ സെക്കൻഡ് ഡേ തിയേറ്ററിൽ ഉണ്ടാവാറില്ലല്ലോ. കുട്ടി പിന്നെ കളിയാക്കാൻ വന്നാണോ? പോയി 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 എന്റെ ഭാവന പോയി, എന്റെ ഭാവന പോയി. അയ്യോ ഞാൻ തിരിച്ചുതരാം സർ. എന്ത്? അല്ല, സാറിന് പോയ ഭാവനയൊക്കെ ഞാൻ തിരിച്ചുതരാം. അതെങ്ങനെ? അത് ഇതാണ് സർ നമ്മുടെ കമ്പനിയുടെ പുതിയ പ്രൊഡക്റ്റ്. ഇതിങ്ങനെ തലയിലൂടെ ഓടിച്ചു കഴിഞ്ഞാൽ സാറിന്റെ പോയ ഭാവന തിരിച്ചു വരും. പോയ ഭാവനയാണോ അതോ പുതിയ ഭാവനയാണോ? പോയ ഭാവനയും പുതിയ ഭാവനയും ഒക്കെ തിരിച്ചു വരും. അത് കൊള്ളാലോ. അയ്യേ, ഇത് കൊള്ളത്തില്ല. ഇതുകൊണ്ടൊന്നും ഭാവന വരുമൊന്നുമില്ല. അയ്യോ വരും സർ, വലിയ വലിയ എഴുത്തുകാരൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. എന്നേക്കാൾ വലിയ എഴുത്തുകാരൻ വേറെ ഇല്ല. അങ്ങനെയുള്ള ഭാവനയൊന്നും ഇതിൽ വരത്തില്ല. രണ്ടെണ്ണം വാങ്ങി ഒന്ന് ഉപയോഗിച്ചു നോക്കൂ സാർ. ഇതുകൊണ്ടൊന്നും എന്റെ ഭാവന വരില്ല. കുട്ടി ടോപ്പ് സിംഗർ കാണാറുണ്ടോ? ആ കാണാറുണ്ട് സാർ. ആ, അതിലൊരു നല്ലൊരു പയ്യനുണ്ട്, പാട്ട് പാടുന്ന നല്ല പയ്യൻ, റിയാൻ. അറിയോ? അറിയാം സാർ. എനിക്ക് ഭാവന കിട്ടാതെ ആകുമ്പോ ഞാൻ അവന്റെ പാട്ട് കേട്ട് ടോപ്പ് സിംഗറിൽ നിന്ന് കാണും. പ്രത്യേകിച്ച് റിയാന്റെ പാട്ടുകൾ ഞാൻ കേൾക്കും. അപ്പൊ ഞാനൊന്ന് എന്റെ മനസ്സൊന്ന് നല്ല റിലാക്സ് ആവും. അങ്ങനെ എന്റെ പുതിയ പുതിയ ഭാവനകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ എന്നാ പോയി ആ പയ്യന്റെ പാട്ട് കേട്ടിട്ട് വരാം. അയ്യോ സാർ, അപ്പൊ ഇതോ? എടുത്ത് തോട്ടികൾ. ഇതെല്ലാം ടോപ്പ് സിംഗറുള്ളപ്പോ ഭാവന വരാൻ വേറെ ഒന്നും വേണ്ട എനിക്ക്. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കു നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന ആത്മാവിലെരിയുന്ന തീയണയ്ക്കു നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ, അകലാതെ അകലുന്നു സ്നേഹാംബരം, നീ അറിയാതെ പോകുന്നു എന്നുംബരം. അകലാതെ അകലുന്ന സ്നേഹാംബരം,
നൈസ്, വെരി നൈസ്, സൂപ്പർ സൂപ്പർ. ആ തലയിലെ സാധനം ഒരു വലിച്ചെറിയും അത് മകൾ. ഇപ്പൊ വലിച്ചെറിഞ്ഞ മുടിയൊക്കെ. മാർക്കറിയാം നമുക്ക്. യെസ് ക്യാപ്റ്റൻ യെസ് എന്താണ്? എനിക്ക് ഒത്തിരി സന്തോഷം തന്ന പാട്ടല്ലേ. എനിക്ക് മാത്രമല്ല നമുക്ക് ഭക്തി നിറച്ചില്ലേ എല്ലാവർക്കും മനസ്സിലേക്ക്? ഒത്തിരി സന്തോഷം നൽകിയ ഒരു പാട്ടല്ലേ, ഒത്തിരി ഭക്തി നിറച്ചു ഫീലൊക്കെ. മനസ്സിലേക്ക്. ശരിക്കും അപ്പൊ പിന്നെ എങ്ങനെ ആ മഴ പെയ്യിക്കാതിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആണല്ലേ? എം ജെ സർ ശരിയായിട്ട് തോന്നുന്നുണ്ടോ? പിന്നെ മഴ പെയ്യണ്ടേ? പെയ്യണ്ടേ? അപ്പൊ റിയാൻകുട്ട എന്തോ ഇന്നത്തെ മാർക്ക് പറയട്ടെ. ആ ഇറ്റ് ഈസ് 100 out of 100 for റിയാൻകുട്ടൻ.